ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മൾ കിടു ടേസ്റ്റിൽ ഒരു ഡിന്നർ കോംബോ ആണ് തയ്യാറാക്കുന്നത്. നെയ്ച്ചോറ്, പരിപ്പ് കറി, ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ എന്നിവയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളി സ്ലൈസായി കട്ട് ചെയ്തത് ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്നുണ്ട്. ആ സമയത്ത് ഒരു 2 ഏലം, ഒരു കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച ഒരു 3 കപ്പ് ജീരകശാല റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 3 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 3 മിനിറ്റ് നേരം ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു പച്ചമുളക്. ഈ പച്ചമുളക് ഇടുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറിന് ഉണ്ടാവുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മൾ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് വറ്റിയിട്ട് കിട്ടാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം വറ്റിയതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം വെക്കുമ്പോഴത്തേക്കിന് നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു 3 കപ്പ് റൈസ് നമുക്കൊരു 4 ആൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പരിപ്പ് കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് മീൽസിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 150 ഗ്രാം പരിപ്പ് കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, 3 പച്ചമുളക്. ഉപ്പ് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പരിപ്പ് കറിക്ക് ഒരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു 3/4 കപ്പ് ചെരുവിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചോറ്.
ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതെങ്ങനെയാ പരിപ്പ് കറി സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അങ്ങനെ ഞാൻ 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കറി എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വേവിച്ച പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ച നമ്മുടെ തേങ്ങാ മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിരുന്നു. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് കാച്ചി ഒഴിക്കണം. അപ്പൊ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് കാച്ചി ഒഴിക്കാം. അതിനുവേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളിയും ഒക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പരിപ്പ് കറിയിലേക്ക് മൂപ്പിച്ച സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ചെയ്യാൻ ആദ്യമായി ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ചെറുനാരങ്ങയുടെ നീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ മാരിനേറ്റ് ചെയ്യേണ്ട മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിയാൻ ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം.
ബ്രസ്റ്റ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കന് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിന്നർ കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.